ക്ലാസിക്കൽ ഡാൻസ് ബേസിക് തൊട്ടുള്ളത് പഠിപ്പിക്കാനുള്ള ഒരു വീഡിയോ ആണ്. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ പറ്റാത്തവർക്ക്, ചിലപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെ ഇന്ന ടൈമിന് തന്നെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടിന്യൂസ് ക്ലാസ്സിന് പോകേണ്ടി വരും, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പോകേണ്ടി. വീട്ടമ്മമാരായിട്ടുള്ള ചേച്ചിമാര് അല്ലെങ്കിൽ ആന്റിമാര് അല്ലെങ്കിൽ അമ്മമാര് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ പ്രായത്തിൽ പഠിക്കാനൊക്കെ പോയ ഫാമിലിയിലുള്ളവർ തന്നെ ചിലപ്പം പറയും, അല്ലെങ്കിൽ നമ്മുടെ അയലത്തുള്ളവരൊക്കെ തന്നെ പറയും, ഓ ഇനി ഈ പ്രായത്തിൽ പഠിച്ചിട്ട് ഇവളിനി എന്ത് സാധിക്കാനാ അല്ലെങ്കിൽ എന്ത് നേടാനാ എന്നൊക്കെ. നമ്മുടെ ലൈഫ് കൊണ്ട് ഒരു സക്സസ് ഉള്ളു. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് അങ്ങനെ എന്തോ ഒരു താഴെ കിടക്കുന്നു. അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ ആ ഭാഗം കിട്ടിയില്ല കേട്ടോ. ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിന്റെ താഴെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തതാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. മറ്റുള്ളവർ വട്ടാണെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ മനസ്സിലാക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളാണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പൊ അദ്ദേഹം എഴുതിയിട്ടുള്ള ഇതിലെങ്കിലും ഉള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ഇന്ന് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അത് നമ്മൾ സമയം കണ്ടെത്തി മാക്സിമം നമ്മളാൽ ഒക്കുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഭാവം, താളം, രാഗം, അഭിനയം, നൃത്തം ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരു അതിമനോഹരമായ കലയാണ് നൃത്തം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ദൈവികമായിട്ടുള്ള കലയാണ്. ടെൻഷനും അല്ലെങ്കിൽ നമുക്ക് ഡിപ്രഷൻ ആയിട്ടൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നമുക്ക് നല്ലൊരു മെന്റൽ പവറും നമ്മുടെ കോൺസെൻട്രേഷനും ഒക്കെ നല്ല രീതിയിൽ ലെവലിൽ വർദ്ധിപ്പിക്കാൻ പറ്റും നൃത്തത്തെ കൊണ്ട്. നൃത്തം ചെയ്യുമ്പോൾ ഫസ്റ്റ് നമസ്കരിക്കും. മെന്റൽ ഗ്രോത്ത് തന്നെ ഉണ്ടാവും ഡാൻസ് പഠിക്കുന്നത്. ഇപ്പൊ ഡാൻസ് എന്ന് മാത്രമല്ല, വേറെ ഏത് കല പഠിക്കുന്ന കുട്ടികളായാലും അവർക്ക് നല്ലതാണ്. ചെറുതിലെ മുതൽ പഠിക്കുന്നത് നല്ലതാണ്. അടക്കാമുഖം, തള്ളവിരല്, ചൂണ്ടുവിരല്, നീളം കൂടിയ വിരല്, ഇവ മൂന്നും ചേർത്ത് പിടിച്ച് ഒറ്റയ്ക്ക് തൊഴുത് പിടിക്കുന്നത് ഗുരുവിനെയും. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട് വരും, അതുകൊണ്ട് വീഡിയോയിൽ കാണാം. ബൈ.